അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ ഒരു വിഷയം നിങ്ങളുടെ ഒറ്റ വാക്കിൽ ഞാൻ അങ്ങോട്ട് പറയുന്നു. അതാ അഫഅയ്ന ബിൽ ഖൽഖിൽ അവ്വലി ബൽ ഹും ഫീ ലബ്സിൻ മിൻ ഖൽഖിൻ ജദീദ്. അതാ ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, നേരത്തെ ഒരു ബീജത്തിൽ നിന്ന് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ബീജത്തിൽ നല്ലേ ഈ ആരോഗ്യമുള്ള ശരീരമുള്ള പുഷ്ടിയുള്ള മനുഷ്യനെന്ന പടച്ചത്. ആ മനുഷ്യനെ വീണ്ടും പടച്ച റബ്ബിന് സൃഷ്ടിക്കൽ ഒരു പ്രശ്നമാണോ? അതെന്തായാലും നടക്കുമെന്നത് പറഞ്ഞിട്ടെന്ന് പറയാണ്. വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു. ഓ ജനങ്ങളെ, ഖുർആനിന്റെ ഈ വാക്ക് എന്റെയും നിങ്ങളെയും മനസ്സിൽ പതിച്ചു വെക്കണം. വലഖദ് ഖലഖനൽ ഇൻസാന, നിശ്ചയമായും മനുഷ്യന്മാരെ നമ്മൾ പടച്ചിട്ടുണ്ട് നബിയെ. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു, അവന്റെ മനസ്സ് മന്ത്രിക്കുന്നതൊക്കെ നമ്മൾ അറിയുന്നുണ്ട് നബിയേ. ഉസ്താദ് കാണുമെങ്കിൽ മാത്രം തഖ്വയുള്ള ശിഷ്യൻ, ബാപ്പ കാണുമെങ്കിൽ മാത്രം ജമാഅത്തിന് പോകുന്ന മകൻ, അതുപോലെ തന്നെ ബാപ്പയുടെ മുമ്പിൽ നല്ലത് മാത്രം സംസാരിക്കുന്ന മകൻ, അതുപോലെ തന്നെ നേതാക്കളെ മുമ്പിൽ നന്നാകുന്ന അനുയായികളെ മുമ്പിൽ നല്ലത് ചെയ്യുന്ന നേതാക്കൾ. സുബ്ഹാനല്ലാഹ്, മറ്റൊരാൾ അറിയരുതെന്ന് ചിന്തിക്കുന്നവര്, അതിനൊക്കെ പകരം സ്വന്തം ഭാര്യ അറിയരുതെന്ന് ചിന്തിക്കുന്ന തെറ്റ് ചെയ്യുന്ന ഭർത്താക്കന്മാർ അറിയരുതെന്ന് ചിന്തിച്ച് തെറ്റ് ചെയ്യുന്ന ഭാര്യമാര്. ഞാൻ ചോദിക്കട്ടെ, ആർക്ക് മൂടി വെക്കാൻ കഴിയും റബ്ബിന്റെ മുമ്പിൽ? അല്ലാഹ് പറയുന്നു, വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു. അവനവന്റെ മനസ്സിൽ എന്താണ് തോന്നുന്നത്, എന്താണ് മനസ്സ് മന്ത്രിക്കുന്നത്, അത് നമുക്ക് നന്നായി അറിയാം നബിയേ. വനഹനു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. അവനവന്റെ കണ്ടനാളത്തേക്കാൾ, അവനവന്റെ സ്വന്തം നാടിയേക്കാൾ അവനവനോട് നമ്മൾ അടുത്തവനാണ് നബിയേ. നമ്മൾ ദൂരെയാണെന്ന് കരുതണ്ട, നമ്മൾ അറിയില്ലെന്ന് കരുതണ്ട. എല്ലാ വിഷയങ്ങളും നമ്മൾ അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. രഹസ്യമായി ചെയ്യുന്നതും പരസ്യമായി ചെയ്യുന്നതും അറിയുന്നു. പക്ഷേ അങ്ങനെ അറിയുന്ന രാജാവായ ഞാൻ എന്റെ അറിവ് വെച്ചുകൊണ്ട് എന്റെ സൃഷ്ടികളെ ശിക്ഷിക്കൂല. എന്റെ അറിവിന്റെ പുറമേ ഞാൻ അവരെ ബോധ്യപ്പെടുത്തും, അവരെന്ത് ചെയ്തു എന്ന് ബോധ്യപ്പെടുത്തും. അല്ലാഹ് പറയും, ഇതിയതലഖൽ മുതലഖിയാനി അനിൽ യമീനി വഅനിസ് ശിമാലി ഖഈദ്. അതേ വലതുഭാഗത്തും ഇടതുഭാഗത്തും, അതാ ഇടതുഭാഗത്തും വലതുഭാഗത്തുമായി ഇരിക്കുന്നുണ്ട്.